സുപ്രീം കോടതി ജസ്റ്റിസ് എ.കെ. സിക്രിയെ CSAT-യുടെ പ്രസിഡന്റായി കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തു. കഴിഞ്ഞ മാസമാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ പ്രസിഡന്റായി ശുപാർശ ചെയ്തത്. ജസ്റ്റിസ് എ.കെ. സിക്രി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശുപാർശ. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റാനുള്ള ഉന്നതാധികാര സമിതിയിൽ ജസ്റ്റിസ് എ.കെ. സിക്രി അംഗമായിരുന്നു. 3-അംഗ സമിതിയിൽ മോദിക്കൊപ്പം നിന്ന് അലോക് വർമ്മയെ നീക്കാൻ എ.കെ. സിക്രി വോട്ട് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഹരീഷ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ആനന്ദ്, ജസ്റ്റിസ് എ.കെ. സിക്രി വരുന്ന മാർച്ച് 6-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായുള്ള കാലാവധി പൂർത്തിയാകുന്നത്. അദ്ദേഹത്തോടുകൂടി അദ്ദേഹം വിരമിക്കും. ആ സാഹചര്യം കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഡിസംബറോട് കൂടി തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിയമന ചുമതല നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ തന്നെ മറ്റൊരു പശ്ചാത്തലം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് എന്നതുള്ളത്, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം വന്നിരുന്നു അലോക് കുമാർ വർമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് ഒപ്പം തന്നെ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, ജസ്റ്റിസ് ആയിരിക്കുന്ന KM ജോസഫ് എന്നിവരുടെ 3-അംഗ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തിയത്. അതുകൊണ്ട് തന്നെ വിധി പ്രസ്താവം നടത്തിയതും വിധി എഴുതിയതും താനാണ്. അതുകൊണ്ട് താൻ ഈ പറയുന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു തനിക്ക് പകരം എ.കെ. സിക്രിയാണ് ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 8-ാം തീയതിയോട് കൂടി തന്നെ രാത്രി 8 മണിയോട് കൂടി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് ആദ്യ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നു. ആ യോഗത്തിൽ ഇവർ 3 പേരും മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് എ.കെ. സിക്രിയും പങ്കെടുക്കുന്നു. അന്ന് തന്നെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു മല്ലികാർജുൻ ഖാർഗെ. കാരണം അലോക് കുമാർ വർമ്മയ്ക്ക് നഷ്ടപ്പെട്ട 77 ദിവസങ്ങൾ തിരിച്ചു നൽകണം. അതുപോലെ തന്നെ CVC റിപ്പോർട്ടിന്റെ പകർപ്പ് മല്ലികാർജുൻ ഖാർഗെയെ തനിക്ക് നൽകണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനുള്ള സമയം വേണം. അതുപോലെ തന്നെ അലോക് കുമാർ വർമ്മയ്ക്ക് പറയാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കേൾക്കാൻ തയ്യാറാവണം എന്നൊരു ആവശ്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിനൊപ്പം തന്നെ 3-അംഗ കമ്മിറ്റിയാണ് ഉന്നതാധികാര സമിതി. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചീഫ് ജസ്റ്റിസിന് പകരം പങ്കെടുത്ത ജസ്റ്റിസ് എ.കെ. സിക്രി, അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ. അതിൽ മല്ലികാർജുൻ ഖാർഗെ മാത്രം അലോക് കുമാർ വർമ്മയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം നിന്നത് ജസ്റ്റിസ് എ.കെ. സിക്രിയാണ്. ആ ജസ്റ്റിസ് എ.കെ. സിക്രിയാണ് കഴിഞ്ഞ ഒരു മാസങ്ങൾ മുമ്പേ തന്നെ അദ്ദേഹത്തെ നിലവിൽ CSAT-യുടെ പ്രസിഡന്റായോ അല്ലെങ്കിൽ മെമ്പറായി തന്നെ നിയോഗിച്ചുകൊണ്ട് തന്നെ അതിന് ശുപാർശ ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. നിലവിൽ തന്നെ ഈ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ നീക്കാൻ ഉന്നതാധികാര സമിതിക്കൊപ്പം വോട്ട് ചെയ്ത വ്യക്തിയാണ് ജസ്റ്റിസ് എ.കെ. സിക്രി. അദ്ദേഹം ഈ മാർച്ച് 6-നാണ് വിരമിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം കൊണ്ട് ഡിസംബർ മാസത്തിൽ തന്നെ അദ്ദേഹത്തെ ഈ പറയുന്ന CSAT-യുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനമെടുത്തിരുന്നു. 4 വർഷത്തേക്കാണ് ജസ്റ്റിസ് എ.കെ. സിക്രിയെ ഈ പറയുന്ന CSAT-യുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാവുക. നിലവിൽ കോമൺവെൽത്ത് സെക്രട്ടറി ആർബിട്രൽ ട്രിബ്യൂണലിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ എന്നിങ്ങനെ തസ്തികയാണ്. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. അതിൽ ഏതോ ഒന്നിലേക്കാണ് ഇപ്പോൾ എന്തായാലും ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കൂടക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ പല പാർട്ടികളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അദ്ദേഹത്തിന് ചെയ്തു നൽകിയ ഒരു ഫേവറിന് തിരിച്ചു നൽകിയ ഒരു സഹായമാണെന്നുള്ള തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും CBI കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തെല്ലാമായ നിഗൂഢതകൾ ഈ വിഷയത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് തന്നെയായിരുന്നു കോൺഗ്രസും ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ പറയുന്ന ഉന്നതാധികാര സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അലോക് കുമാർ വർമ്മയെ മാറ്റാൻ വേണ്ടി നടപടി സ്വീകരിച്ചെങ്കിലും ആ ഉന്നതാധികാരി സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന 10ഓളം ആരോപണങ്ങളിൽ തന്നെ പല ആരോപണങ്ങൾക്കും തെളിവില്ലെന്ന് ഈ പറയുന്ന CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ജസ്റ്റിസ് A.K. പട്നായിക് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ എന്തെല്ലാം തരത്തിൽ അലോക് കുമാർ വർമ്മയെ ഇതിൽ നിന്ന് പുറത്താക്കണം, CBI തലപ്പിൽ നിന്ന് മാറ്റണം എന്നുള്ള നിലപാട് ആദ്യമേ തന്നെ മോദി സർക്കാരിന് ഉണ്ടായിരുന്നു. കാരണം അത് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ആദ്യമേ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കാരണം വാദം നടക്കുന്ന സമയം തൊട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ജൂലൈ മാസം മുതൽ CBI തലപ്പത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 23-ാം തീയതി അർദ്ധരാത്രി ഉന്നതാധികാരി സമിതി യോഗം ചേരാതെ അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്? യോഗം ചെയ്തതിനു ശേഷം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമായിരുന്നില്ലേ എന്നിങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചു. കാരണം 4 മാസത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒക്ടോബർ 23-ാം തീയതി അർദ്ധരാത്രി അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ അതിൽ വ്യക്തമായി തന്നെ മോദിക്ക് വ്യക്തമായ അജണ്ടകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ ആരോപണങ്ങളുമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു സെൻട്രൽ വിജിലൻസ് കമ്മീഷനായിരിക്കുന്ന കേന്ദ്ര വിജിലൻസ് കമ്മീഷനെ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയാണ് ഈ പറയുന്ന മോദി സർക്കാർ എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ CBI കൊണ്ട് അലോക് കുമാർ വർമ്മയ്ക്കെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നു. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പല തരത്തിലുള്ള നിഗൂഢതകൾ ഈ വിഷയത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ കേസിലുണ്ടെന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആനന്ദ്.
വ്യക്തമാണ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സുപ്രീം കോടതി ജസ്റ്റിസ് എ കെ സിക്രിയെ CSATയുടെ പ്രസിഡന്റായി കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തു. കഴിഞ്ഞ മാസമാണ് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ പ്രസിഡന്റായി ശുപാർശ ചെയ്തത്. ജസ്റ്റിസ് എ കെ സിക്രി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ശുപാർശ. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റാനുള്ള ഉന്നതാധികാര സമിതിയിൽ ജസ്റ്റിസ് എ കെ സിക്രി അംഗമായിരുന്നു. 3-അംഗ സമിതിയിൽ മോദിക്കൊപ്പം നിന്ന് അലോക് വർമ്മയെ നീക്കാൻ സിക്രി വോട്ട് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതൊരു ഫേവർ ചെയ്തു കൊടുത്തതാണെന്ന നിലയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായി കൂടി ഹരീഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണ കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും IRCTC അഴിമതി കേസിൽ ഒരു പ്രതിയെ FIRൽ നിന്ന് ഒഴിവാക്കി എന്നുമുള്ള ആരോപണങ്ങളിൽ ആണ് അന്വേഷണം ആവശ്യപ്പെടുക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൗധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് CVC അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന നീക്കവുമായി രംഗത്ത് വന്നത്. അലോക് വർമ്മയ്ക്കെതിരെ രാകേഷ് അസ്താന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം CVC അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള CVC അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് AK പട്നായിക് അലോക് വർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അസ്താന പരാതിയിൽ ഉന്നയിച്ച 10 ആരോപണങ്ങളിൽ 4 തുടരന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി CVC കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണ കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കോഴ വാങ്ങിയതിന് സാഹചര്യങ്ങളുണ്ടെന്നാണ് CVCയുടെ വാദം. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യപ്രതിയായ IRCTC അഴിമതി കേസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഒഴിവാക്കാൻ ഇടപെട്ടു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ CBI നിയമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളിലാണ് CVC CBIയുടെ തുടരന്വേഷണം ആവശ്യപ്പെടുക. അതേസമയം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അലോക് വർമ്മയ്ക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ. CVC റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കാൻ അവസരം നൽകാതെ വർമ്മയെ പുറത്താക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധം എന്നാണ് ഠാക്കൂർ ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പാട്ടെ ഖനനം നിയമപരമെന്ന മന്ത്രി EP ജയരാജൻ തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കില്ല. സമരക്കാർ ഇതുവരെയും സർക്കാരിനെ സമീപിച്ചിട്ടില്ലെന്നും EP പ്രതികരിച്ചു. ഈ ഘട്ടത്തിൽ ലെസ്ലി ജോൺ ചേരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. ലെസ്ലി, എന്തൊക്കെ കാര്യങ്ങളാണ് EP ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ആനന്ദ്, ആലപ്പാട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും സമരങ്ങളും നടക്കുന്ന ഘട്ടത്തിലാണ് വ്യവസായ മന്ത്രി EP ജയരാജൻ സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. സർക്കാരുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ഇതുവരെ സമരക്കാരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സമരം നടക്കുന്നു എന്നത് താൻ അറിഞ്ഞത് ടെലിവിഷൻ ചാനലുകളുടെ മാത്രമാണ്. ഒരു ഘട്ടത്തിൽ സമരക്കാരുമായുള്ള ചർച്ചകൾ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ മലപ്പുറത്തു നിന്നുള്ള ചിലർ തന്നോട് ഇവർ മലപ്പുറത്തുകാരാണ്, ഇവർക്ക് എന്താണ് ഇവിടെ കാര്യം എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അത്തരത്തിൽ സമരം നടത്തുന്നത് പ്രദേശവാസികളോ ആണോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഉയർത്തി. ഒപ്പം തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കും സർക്കാർ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന നടപടികളിലേക്ക് നിന്ന് സർക്കാർ മുതിരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. നിലവിൽ അവിടെ യാതൊരു തരത്തിലുള്ള വ്യവസ്ഥ ലംഘിച്ചുള്ള ഖനനവും നടക്കുന്നില്ല. എല്ലാം നിയമാനുസൃതമായുള്ള ഖനനമാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും സംസ്ഥാന പരിസ്ഥിതി വകുപ്പിന്റെയും കർശനമായ നിബന്ധനകൾക്ക് വിധേയമായാണ് ഇവിടെ നടപടികൾ, ഇവിടുത്തെ കരിമണൽ ഖനനം നടക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ലെസ്ലി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പാട്ട് നടക്കുന്ന ഖനനം നിയമപരമായി തന്നെയാണ് എന്നും സമരക്കാരായ ആളുകൾ ഇതുവരെ സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു. ലെസ്ലിയാണ് ഇതുമായി ബന്ധപ്പെട്ട EP ജയരാജന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള. മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ അറിയിച്ചു. പോലീസും മറ്റ് സുരക്ഷാ സേനകളും ജാഗ്രതയിലാണ്. ശബരിമലയിൽ വരുമാനം കുറവാണെങ്കിലും സർക്കാർ ഒപ്പമുണ്ടെന്ന വിശ്വാസം ഉണ്ട്. ഈ വിഷു മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര സൗജന്യമാക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് തെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ വകുപ്പ് തല യോഗം വിളിച്ചു ചേർത്തു. ഓരോ വകുപ്പും നിലവിലെ ക്രമീകരണങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. സന്നിധാനത്ത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മകരവിളക്ക് ദർശനത്തിനായുള്ള ഭക്തർക്കുള്ള സൗകര്യങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് പ്രതികരിച്ചു.
വരുന്ന വിഷുക്കാലം മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര അയ്യപ്പന്മാർക്ക് സൗജന്യമാക്കുന്നതിന്റെ ശ്രമത്തിലാണ് ദേവസ്വം ബോർഡെന്നും ചില സംഘടനകളും വ്യക്തികളും ഇതിനായി വാഹനം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കൽ ബേസ് ക്യാമ്പായതിൻ്റെ ഒരു ഗുണം നമ്മളിപ്പോൾ കണ്ടു. ചെറിയ ചില ദോഷങ്ങളുണ്ട്, ഇല്ലാന്നല്ല, ആ ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് ഈ വിഷു മുതലെങ്കിലും നിലയ്ക്കൽ നിന്ന് പമ്പ വരെയുള്ള സർവീസ് അത് ഭക്തജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഭക്തജനങ്ങൾക്ക് വരാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശബരിമലയിൽ വരുമാനം കുറവാണെങ്കിലും സർക്കാർ ഒപ്പമുണ്ടെന്ന വിശ്വാസമുണ്ട്. ബജറ്റിന് മുമ്പേ സർക്കാരുമായി ശബരിമലയിലെ വികസനത്തെക്കുറിച്ച് ധാരണയിലെത്തും. പുതിയ കെട്ടിടങ്ങൾ സന്നിധാനത്ത് പണിയില്ലെന്നും നിലവിലെ ക്ഷേത്രത്തോട് ചേർന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഭസ്മക്കുളവും മണിക്കിണർ നിർമ്മിക്കുവാൻ ബോർഡ് തയ്യാറെടുക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. റിനു ശ്രീധർ, സന്നിധാനം. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറ്റം വിവാദത്തിലേക്ക്. കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സംശയിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്നും സൂചന. EM അഷറഫിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷം തന്റെ നിലപാട് മാറ്റി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതൊരു ദേശീയ നേതാവിന് ചേർന്നതല്ലെന്നും ദുബായിലെ മാധ്യമ പ്രവർത്തകനായ ഭാസ്കർ രാജ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ PCCയുടെ ഉപദേശം കേട്ടതിന് ശേഷം, ഉപദേശം എന്നാണ് പറഞ്ഞത്, അവരുടെ വാദം കേട്ടതിന് ശേഷം ആണ് നിലപാട് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. നേരത്തെയുള്ള നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് നേരെ ഒരു മലക്കമറിച്ചിലാണ് അദ്ദേഹം ചെയ്തത്. അത് പറയുന്നത് രണ്ട് ഭാഗത്ത് ന്യായമുണ്ടെന്നാണ്. പക്ഷേ ഈ ന്യായമുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു വാദത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഘടകത്തിൽ, കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. രണ്ട് ചേരി, അതായത് ചേരി തിരിവ് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആകും. കാര്യം കൂടുതൽ കേന്ദ്രത്തിനോട് കൂടുതൽ ആഭിമുഖ്യം, അതായത് ഹൈക്കമാൻഡിനോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടെന്ന് കാണിക്കാൻ ഒരു വിഭാഗവും, എന്നാൽ അതേ സമയത്ത് തന്നെ അന്ധവിശ്വാസവും അനാചാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു വഴിയിലേക്ക് പോകാനായിട്ടാണ് ഇത് സാധ്യതയുള്ളത്. ഒരു ദേശീയ നേതാവിന് ചേർന്ന്, ദേശീയ നേതാവ് പ്രത്യേകിച്ച് ഒരു യുവജനതയെ യഥാർത്ഥത്തിൽ നേരായ വഴിക്ക് നയിക്കേണ്ട ഈ അവസരത്തിൽ അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനായിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. സുപ്രീം കോടതിയുടെ തീരുമാനത്തെപ്പറ്റി നേരത്തെ തന്നെ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മനഃപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇതിപ്പോൾ സബ് ജുഡീസി ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുപ്രീം കോടതിൻ്റെ തീരുമാനത്തെ എതിർക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അനുകൂലിക്കാനോ അദ്ദേഹം മെനക്കെട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഏത് വാദം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് രാഷ്ട്രീയമായ ചില പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഒരു നിലപാട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൽ, അതായത് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്ന് നമ്മൾ ധരിച്ചിരുന്നതായ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ളതിൻ്റെ പേരിലോ രണ്ട് ചേരി ആയിട്ട് തിരിഞ്ഞതിന് ശേഷം അന്ധവിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കത്ത വിധത്തിലുള്ള ഒരു സമൂഹം കേരളത്തിൽ വളരുകയാണ്. അതിനെതിരായിട്ട് യുവാക്കളെ അണിനിരത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു യുവ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് അദ്ദേഹം ചെയ്തില്ലെന്നുള്ളത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് മാറാൻ പാടില്ലായിരുന്നു. കേരള ഗവൺമെന്റ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയല്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. EM അഷ്റഫ്, ദുബായ്. K. മുരളീധരന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മറുപടി. തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നവർ അവരുടെ സ്ഥാനം ആദ്യം ഉറപ്പിക്കുകയാണ് വേണ്ടത്. രാമൻ നായരെ പോലും നിലനിർത്താൻ പറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പത്മകുമാർ പ്രതികരിച്ചു. മരിക്കുമ്പോഴും ചെങ്കൊടി പുതച്ച് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും പത്മകുമാർ വ്യക്തമാക്കി. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസിനകത്തേക്കൊക്കെ ആളിനെ ക്ഷണിക്കുമ്പോൾ ഈ ക്ഷണിക്കുന്നവരുടെ സ്ഥാനം അതിനകത്ത് ഉറപ്പാണോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, രാമൻ നായരെ പോലുള്ളവരെ പോലും കോൺഗ്രസിനകത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകളുള്ളവരാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പറ്റിയുള്ള കരുതലിന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10-15 വയസ്സുള്ളപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ ആരംഭിച്ച 73 മുതൽ നാളിതുവരെ എനിക്കെൻ്റെ പാർട്ടിയോ ഞാൻ നിന്ന മുന്നണിയോ മാറേണ്ടി വന്നിട്ടില്ല. നിന്ന പാർട്ടിയോ മുന്നണിയോ മാറേണ്ടി വന്നവരും മാറിയും മറിഞ്ഞും നിന്നിട്ടുള്ളവരും അവനവൻ്റെ സ്ഥാനത്തെ പറ്റി സ്വപ്നമുള്ളവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം
കണ്ണടയ്ക്കുന്ന കാലത്ത് ഇത്രയും കാലം പിടിച്ച കൊടി ആ കൊടി പുതപ്പിച്ചിട്ട് കിടക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് മുരളീധരന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മുരളീധരൻ അങ്ങനെ പറഞ്ഞത്. ശബരിമല വിഷയത്തിൽ ബി.ജെ.പി കേരള നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിൽ. ദേശീയ കൗൺസിൽ ശബരിമല വിഷയത്തിൽ യാതൊരു ഉറപ്പും നൽകാത്തതോടെ ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാകുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി അണികളെയും വിശ്വാസികളെയും തെരുവിലിറക്കിയതിന് സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. അയോധ്യ ശബരിമല വിഷയങ്ങൾ വികാരപരമായി നിലനിർത്തി വോട്ടാക്കി മാറ്റുക, അതിലുപരിയായി ഈ വിഷയങ്ങളിൽ ബി.ജെ.പിക്ക് പ്രശ്നപരിഹാരത്തിന് യാതൊരു താല്പര്യവുമില്ല. ഇക്കാര്യം അടിവരയിടുന്നതായിരുന്നു ബി.ജെ.പി ദേശീയ കൗൺസിലിലെ രാഷ്ട്രീയ പ്രമേയം. ദേശീയ നേതൃത്വത്തിന്റെ ഈ നിലപാടോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പിയാണ്. വിശ്വാസികൾക്കായി നിലകൊള്ളുന്നുവെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാമെന്നുമുള്ള വാഗ്ദാനങ്ങളായിരുന്നു കേരളത്തിൽ ബി.ജെ.പി നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ശബരിമലയെക്കുറിച്ച് യാതൊന്നും മിണ്ടാഞ്ഞതോടെ ഇതൊക്കെ പൊള്ളവാഗ്ദാനങ്ങളാണെന്ന് തുറന്നുകാട്ടപ്പെട്ടു. വിഷയം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പുതിയ സംഭവത്തോടെ അണികളോട് വിശദീകരണം നൽകാൻ നേതാക്കൾ ഏറെ വിയർക്കേണ്ടി വരും. സമാനമായ സാഹചര്യമാണ് അയോധ്യ വിഷയത്തിലുമുള്ളത്. അയോധ്യ വിഷയത്തിലും യാതൊരു ഉറപ്പും നൽകാതെയായിരുന്നു ദേശീയ കൗൺസിൽ രാഷ്ട്രീയ പ്രമേയം പാസാക്കിയത്. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാൽ എന്തുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്നില്ല എന്നുൾപ്പെടെ ബി.ജെ.പിക്ക് പറയേണ്ടി വരും. അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാണ്. ശിവസേനയും മറ്റ് തീവ്ര ഹിന്ദു സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി.ജെ.പിയെ വിമർശിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ വലിയ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ എസ്.പി.ബി.എസ്.പി സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്ക് നിരാശ. ചെറു പാർട്ടികളെ ചേർത്ത് കോൺഗ്രസ് മതേതര സഖ്യത്തിന് യു.പിയിൽ നേതൃത്വം നൽകും. മായാവതി അഖിലേഷ് സഖ്യ ചർച്ചകളിൽ നിന്ന് സമാജ്വാദി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയെന്ന വിമർശനവുമായി പാർട്ടി രാജ്യസഭാ എം.പി അമർ സിംഗും രംഗത്തെത്തി. ഉത്തർപ്രദേശിൽ വലിയ പ്രചാരണ തന്ത്രങ്ങളാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരുന്നത്. അടുത്ത മാസം പകുതിയോടെ പശ്ചിമ യു.പിയിലെ കാർഷിക ഭൂമിയായ ഹാംപൂർ ജില്ലയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ റാലിയോടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കുക. 11 വൻ റാലികളെ യു.പിയിൽ രാഹുൽ അഭിസംബോധന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സഖ്യകക്ഷിയായ സമാജ്വാദി കോൺഗ്രസ് ബന്ധം വിട്ട് മായാവതിയുമായി സഖ്യം പ്രഖ്യാപിച്ചത് ഈ പ്രചാരണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. ബി.ജെ.പിക്കെതിരെ പൊതുസഖ്യം എന്നതായിരുന്നു കോൺഗ്രസ് ആഗ്രഹം. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. സഖ്യത്തിലൂടെ ഇത് മറികടക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. മായാവതിയുടെയും അഖിലേഷിന്റെയും നിലവിലെ നീക്കത്തിൽ രാഹുൽ ഗാന്ധി നിരാശ പ്രകടിപ്പിച്ചതായും സൂചനയുണ്ട്. പക്ഷേ സഖ്യത്തിനെതിരെ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. യു.പിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദിനോട് പാർട്ടി പ്രചാരണങ്ങൾ ശക്തമാക്കാൻ രാഹുൽ നിർദ്ദേശം നൽകി. കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും പൊതുതെരഞ്ഞെടുപ്പ് നേരിടുക. യു.പിയിലെ ചെറുപാർട്ടികളെ ചേർത്ത് മതേതര സഖ്യത്തിന് രൂപം നൽകി കോൺഗ്രസ് മത്സരിക്കണമെന്ന താല്പര്യവും ചില ഹൈക്കമാൻഡ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു. അതേസമയം മായാവതിയുമായി അഖിലേഷ് നടത്തിയ സഖ്യത്തിനോട് സമാജ്വാദിയിലെ മുലായം സിംഗ് വിഭാഗം നേതാക്കൾ പൂർണ്ണ തൃപ്തരല്ലെന്നാണ് സൂചന. പാർട്ടി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയാണ് മകൻ അഖിലേഷ് യാദവ് സഖ്യം രൂപപ്പെടുത്തിയതെന്ന് പാർട്ടി രാജ്യസഭാ എം.പി അമർ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടവേള. ദേശീയ തലത്തിൽ മുന്നണി രൂപീകരണം ഇപ്പോൾ പ്രായോഗികമല്ലെന്നും അതിന് സാധ്യതയില്ലെന്നും പ്രകാശ് കാരാട്ട്. ഉണ്ടാകേണ്ടത് യു.പി മോഡൽ സഖ്യങ്ങളെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യം ഉണ്ടാക്കാതെ ബി.ജെ.പിയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് താൻ പറഞ്ഞതായി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് നിലപാട് വ്യക്തമാക്കിയത്. കുവൈറ്റിൽ കൈരളി ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സഖ്യവും വരുന്ന തെരഞ്ഞെടുപ്പിൽ സാധ്യമാകില്ലെന്ന് പ്രകാശ് കാരാട്ട്. രാഷ്ട്രീയമായി ഇത് പ്രായോഗികവുമല്ല. ചില പ്രാദേശിക പാർട്ടികൾ ചേർന്ന് ഫെഡറൽ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കമുണ്ട്. ഇതും പ്രയോഗ സാധ്യതയുള്ള നിർദ്ദേശമല്ലെന്നും പ്രകാശ് കാരാട്ട് കുവൈത്തിൽ കൈരളി ടിവിയോട് പറഞ്ഞു. I wish to state again that there can be no national level alliance for the coming Lok Sabha elections. Some people are asking whether there can be a Congress-led national alliance of all opposition parties. This is not possible, nor is it politically feasible, nor is it going to be some sort of alliance like the Federal Front, where some regional parties are saying they will form a federal front. This will also not be a practicable proposition. What our party thinks is that in different states, according to the combination of forces there may be regional parties
or there may be other parties, they will have to come to an understanding against the BJP. If they all work out a state-wise understanding, that will be the effective way to defeat the BJP. After that will come the question of what should be the form and composition of the secular government. That can be looked into later. But immediately what is necessary is in each state we should try to get the main forces who are against the BJP to cooperate. That will help in isolating and defeating the BJP, just as what has happened now in Uttar Pradesh. അടുത്ത തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സഖ്യ സാധ്യതകളെപ്പറ്റി കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ വിധത്തിലാണ് പല മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യമുണ്ടാക്കാതെ BJPയെ പരാജയപ്പെടുത്താനാകില്ല എന്ന് കാരാട്ട് പറഞ്ഞതായാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. TV ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈറ്റ്. അഭിമന്യുവിന്റെ സ്വപ്ന വീട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറും. അഭിമന്യുവിന്റെ കുടുംബത്തിനു വേണ്ടി CPIM വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അഭിമന്യുവിന്റെ പേരിൽ വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഓട്ടോ ഡ്രൈവറായ യുവാവിനെ അപകടം അബോധാവസ്ഥയിലാക്കിയിട്ട് 3 മാസം തികയുന്നു. അപകടത്തിന് ശേഷം ബോധം തിരികെ കിട്ടാതെ ആശുപത്രിയിൽ കഴിയുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് സ്വദേശി മനോജ്. മനോജിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുകയാണ് ഭാര്യയും പറക്കമുറ്റാത്ത 2 കുട്ടികളും ഉൾപ്പെടുന്ന നിർധന കുടുംബം.